നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ വൃശ്ചികം 1 നട തുറന്നു. നിരവധി ഭക്തരാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയൊക്കെ തന്നെ തിരക്ക് ഒട്ടും ഒരു തരത്തിലും നിയന്ത്രണ വിധേയമാക്കാനാകാതെ അവിടെ കുഴങ്ങി നിൽക്കുന്ന ദേവസ്വം ബോർഡിനെ അല്ലെങ്കിൽ പോലീസിനെയാണ് നമുക്ക് സന്നിധാനത്ത് കാണാനായിട്ട് സാധിച്ചത്. നിരവധി പരാജയങ്ങളാണ് ഇന്നലെ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഒരുപാട് ഭക്തർ അവിടെ നിന്ന് അയ്യപ്പനെ കാണാൻ പറ്റാതെ വളരെ സങ്കടത്തോടു കൂടി മടങ്ങുന്നതും അവർക്കൊട്ടും വയ്യാതെ ഇന്നലെയൊക്കെ നമ്മൾ ചേച്ചി പറഞ്ഞ പോലെ വെള്ളം പോലും ഇല്ല കുടിക്കാൻ സാധിക്കാതെ ഈ മരുന്ന് കഴിക്കുന്ന പ്രായമായിട്ടുള്ള അമ്മൂമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരും കുഞ്ഞു കുട്ടികളടക്കം തന്നെ അവിടെ വളരെ തളർന്നു വീണ് കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതും നട തുറന്ന രണ്ടാമത്തെ ദിവസമാണ് ഈ പ്രശ്നമെന്ന് ഓർക്കണം. ഇനി അങ്ങോട്ട് ദിവസങ്ങൾ കിടക്കുമ്പോഴും ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ പരിഹരിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയൊരു അപകടം, ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെ ശബരിമലയിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കൃഷ്ണേന്ദു പറഞ്ഞത് ശരിയാണ്. ഇന്നലെ വലിയ ഒരു വിപത്തിൽ നിന്നാണ് ഒരുപക്ഷെ ഒരു ചെറിയ ഇതിൽ നിന്നാണ് എല്ലാവരും രക്ഷപ്പെട്ടത്. കാരണം കൊച്ചു കുഞ്ഞുങ്ങളടക്കം നിരവധി പേര് തളർന്നു ഇരിക്കുന്ന രംഗങ്ങളും വലിയൊരു ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്നലെ ശബരിമലയിൽ നിന്ന് കിട്ടിയത്. ഇത് ആരുടെ അനാസ്ഥയാണ്? ഇന്നിപ്പോൾ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ പരമാവധി ആളുകളെ കയറ്റിയിട്ട് എന്ത് നേടാൻ, എന്താണ് കിട്ടാനുള്ളത്? പരമാവധി ആളുകളെ എന്തിന് കയറ്റണം? രണ്ടാമത്, എല്ലാം പറഞ്ഞ് നിങ്ങൾ സമ്മതിച്ചിട്ടല്ലേ പോയത്? ഇത് ചോദിക്കുന്നത് പിണറായി സർക്കാരിനോടാണ്. കാരണം ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ മണ്ഡലകാലം തീർന്ന് പിറ്റേ ദിവസം മുതൽ അടുത്ത മണ്ഡലകാലത്തിലേക്കുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണം. ഇവിടെ എവിടെയാണ് പാകപ്പിഴകൾ വന്നത്? ഇപ്പം കെ ജയകുമാറിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അദ്ദേഹം വലിയ പദവി വഹിച്ചിട്ടുള്ള ഒരു പക്ഷേ ദേവസ്വം ബോർഡുമായിട്ടും ശബരിമലയായിട്ടൊക്കെ ബന്ധമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. ശ്രീജിത്ത് എന്ന് പറയുന്നത് എത്രയോ നാളുകളായിട്ട് ശബരിമല ADGP ശ്രീജിത്ത് എത്രയോ നാളുകളായിട്ട് ശബരിമലയുടെ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയന്ത്രണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇവർക്കൊക്കെ അറിയാത്ത കാര്യങ്ങളല്ലേ. ഇപ്പോൾ പ്രശാന്ത് ഒരു 2 ആഴ്ച മുമ്പാണ് ഇത്തരത്തിൽ രാജിവെക്കേണ്ടി വന്ന. അപ്പോൾ പ്രശാന്ത് ഇത്രയും നാൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? പിണറായി സർക്കാർ എന്ത് ചെയ്യുന്നത്? അപ്പം എനിക്ക് തോന്നുന്നു ഇത് മനഃപൂർവ്വം അവർ കൊടുത്ത ഒരു പണിയാണ്. ഹൈക്കോടതിയുടെ ഈ ഒരു തീരുമാനത്തിൽ, അതായത് ഹൈക്കോടതി കള്ളന്മാരെ കണ്ടെത്താൻ വേണ്ടി ഊർജിതമാക്കിയ NIA അന്വേഷണം ഇപ്പോൾ വാസു എന്ന് പറയുന്ന പിണറായിയുടെ വലം കൈയെ പിടിച്ചതിലുള്ള ഒരു ദേഷ്യമാണ് ഇപ്പോൾ പിണറായി സർക്കാർ ശബരിമലയിലെ സാധാ ഭക്തജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു സർക്കാർ ഇത് ചെയ്യില്ല അല്ലേ? തോന്നുന്നുണ്ടോ കൃഷ്ണേന്ദു? എത്രയോ നാളുകളായിട്ട് മണ്ഡലകാലം തുടങ്ങി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ശരിയാണ്, ആളുകൾ കൂടുന്നു. വെർച്വൽ വഴി, ഓൺലൈൻ വഴി 70,000 പേരും അല്ലാതെ 30,000 പേരും അതിനധികമായിട്ട് അല്ലാതെയും കയറി വരുന്നവരുമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ഇത്രയും ആൾക്കാർ, 1,00,000 ആൾക്കാരെ അവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കി വേണ്ടേ ഇവർ കയറ്റിവിടാൻ? അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെ ജയകുമാർ പറഞ്ഞത് വലിയൊരു രീതിയിലേക്കാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ജയകുമാർ ഒരുപക്ഷെ എടുത്തിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. അദ്ദേഹത്തിനെ നമുക്ക് കൂടുതൽ വിമർശിക്കാൻ പറ്റില്ല. എന്നാലും ആ 2 ആഴ്ച കൊണ്ട് അദ്ദേഹം മണ്ഡലകാലം തുടങ്ങിയാണ്. ഒരു പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള രീതി അദ്ദേഹം നോക്കിക്കാണണമല്ലോ. എത്ര ആൾക്കാർ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇവരെ എങ്ങനെ അകത്ത് കയറ്റും, അതിന് തക്ക സെക്യൂരിറ്റി ഉണ്ടോ, വെള്ളമുണ്ടോ, അല്ലെങ്കിൽ സ്നാക്സുകളുണ്ടോ, അല്ലെങ്കിൽ ഇൻ കേസ് കയറി വരാൻ പറ്റാത്തവർക്ക് താഴെ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ, ശുചിമുറികൾ, ഇതൊക്കെ ഒരു ദേവസ്വം പ്രസിഡന്റ് ചെയ്യേണ്ടുന്നേ അല്ലേ? അപ്പം ശബരിമലയിലെ ദേവസ്വം പ്രസിഡന്റ് എന്ന് പറയുന്ന അദ്ദേഹം ചെയ്യേണ്ടുന്ന വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഈ 2 ആഴ്ച കൊണ്ട് അദ്ദേഹം നോക്കിയില്ല, കണ്ടില്ല, അല്ലെങ്കിൽ അതിൽ അനാസ്ഥ കാണിച്ചു. അല്ലെങ്കിൽ പഴയ പ്രസിഡന്റിനെയും പിണറായി അദ്ദേഹം വിശ്വസിച്ചു. അവരെ വിശ്വസിന്റെ ഫലമായിരിക്കും അദ്ദേഹം ഇപ്പം അനുഭവിച്ചുകൊണ്ട്. പക്ഷേ എന്നാലും ശ്രീജിത്തിന് അറിയായിരുന്നല്ലോ ഇന്ന സംഗതികൾ വേണം. ഒരു കാര്യം അവർ ശബരിമല ചെയ്തില്ല. അതായത് കഴിഞ്ഞ വർഷം മണ്ഡലകാലം തീർന്നതിന് ശേഷം ഒന്നും തന്നെ ചെയ്തില്ല എന്നുള്ളത് നിലവിലുള്ള, അതായത് അന്ന് ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷത്തെ പോലെ നടപ്പന്തലുകൾ അടക്കം ഉണ്ടായിരുന്നത് പോലും ഇത്തവണ ഇല്ലായിരുന്നു. ഇന്നലെ 1-2 അതിലെ ആൾക്കാർ പറയുന്നതാണ്, ഈ മറ്റേ ഗ്രീൻ ഷീറ്റാണ് ഇട്ടേക്കുന്നത്, അതിലൂടെ വെള്ളം വീഴുകയാണ്, മണിക്കൂറുകൾ നിൽക്കുകയാണ്, കുഞ്ഞുങ്ങൾ തിരിച്ച് തൊഴുവാൻ പറ്റാതെ അവർ തിരിച്ചു പോയി. ഇന്നൊരു ഫാമിലി 15 പേരടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് വന്നു. അതിൽ വൃദ്ധരായിട്ടുള്ള, മെഡിസിൻ കഴിയുന്ന, ഹൃദയത്തിന് പ്രോബ്ലമുള്ള കുറേ പ്രായം ചെന്ന അമ്മമാർ, കന്നി അയ്യപ്പൻ ഉൾപ്പെടെ. കന്നി അയ്യപ്പൻ്റെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും. ഈ മല ചവിട്ടി അയ്യനെ കാണാൻ ആദ്യമായിട്ട് വരുന്ന ആ കൊച്ചു കുഞ്ഞ് തിരിച്ചു പോകേണ്ടുന്ന ഒരു അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കും. അവസാനം ഏഷ്യാനെറ്റ് ന്യൂസ് ആണെന്ന് തോന്നുന്നു അത് പുറത്തു വിടുകയും ഉടനെ തന്നെ ഈ ADGP വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെ തിരിച്ചു പോകും. കാരണം അതൊക്കെ എന്തൊരു ദോഷമാണെന്നറിയാം. ഇന്നലെ ഒരു അയ്യപ്പൻ ഈ പറയുന്ന ഒരു സ്വാമി പറഞ്ഞതാണ്,
ഈ പറയുന്നതുപോലെ ഞാൻ ഇനി അയ്യനെ കാണാൻ വരുന്നില്ല, പിണറായി ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ഇവർ ഭരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇനി അയ്യപ്പനെ ഇതോടെ നിർത്തി എന്ന് പറയുന്നു. എന്നിട്ട് ഉടനെ അതിന് താഴെ സംഖ്യയല്ലേ നീ എന്തിനാ കാണാൻ വരുന്നത് പോട്ടെ. ഇത് ഹൃദയം നുറുങ്ങുന്ന വേദനയെ പറയുന്നതാണ് ഈ വിശ്വാസികൾ. സത്യം അവിടെ ചെന്ന് നമുക്കറിയാം, നമ്മളൊക്കെ ഒരു ക്യൂ നിൽക്കുന്നു, നമ്മൾ അവിടെ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അവർ അനുഭവിച്ചിട്ടുള്ള അല്ലെ അവർ അത്രയും മണിക്കൂറുകൾ നിന്ന് അനുഭവിച്ചിട്ടുള്ള ആ വേദന ആലോചിക്കുമ്പം ആർക്കും പിന്നെ ഇനി ഒരു തവണ കൂടി അങ്ങോട്ട് ഇതായിരിക്കും ചിന്തിക്കുക. ഇത്രയും ക്യൂ നിന്ന് 15 മണിക്കൂർ ചെന്ന് തൊഴുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാർ ആലോചിക്കുന്നത്. ആ വീട്ടിൽ ഇരുന്ന് ദൈവത്തെ വിളിച്ചാൽ മതിയെന്ന്. ഇതിനിടയ്ക്ക് കുറേ നമുക്കത് പറയാൻ പറ്റില്ല, കുറേ ആൾക്കാർ വേറെ എന്തിനാ ദൈവത്തിന് പോലും ഇത് ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്തിനാ മലയ്ക്ക് കയറാൻ പോകുന്നതെന്ന്. അതൊക്കെ യുക്തിപരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാം. പക്ഷെ അത് വിശ്വാസം എന്ന് പറയുന്നതാണ് ഇപ്പം SIT ഉൾപ്പെടെ ഹൈക്കോടതി ഉൾപ്പെടെ ഓരോന്നിനെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൂടി മറക്കരുത്. ശബരിമല അയ്യപ്പനുള്ള ഒരു വിശ്വാസം മാത്രമല്ല, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സാന്നിധ്യമുള്ളത് കൊണ്ടാണ് കട്ട മുതൽ വെക്കടാന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയേറെ പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? എല്ലാ പ്രശ്നങ്ങളും പുഷ്പം പോലെ പരിഹരിച്ച പിണറായി വിജയൻ എന്തുകൊണ്ട് അയ്യപ്പന്റെ സംഭവം മാത്രം പരിഹരിക്കാൻ പറ്റുന്നില്ല? അത് 8 നില പൂട്ടിയിട്ടേക്ക്. പിന്നെ ഈ എല്ലാം പറയുന്നോണം അയ്യപ്പൻ ദൈവം എല്ലാം നമുക്കെല്ലാം തന്നാൽ പിന്നെ ഭൂമി സ്വർഗത്തിന് തുല്യമാവത്തില്ല. ഭൂമിയിൽ എല്ലാ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ചും ഒരു മനുഷ്യൻ ജീവിക്കണം. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇപ്പം കരുതേണ്ടുന്നിടത്ത് ദൈവം കരുതും. ഈ അയ്യപ്പ സന്നിധിയിൽ തന്നെ എത്തുന്നത് എന്തിനാണ്? കല്ലും മുള്ളും ഒക്കെ ചവിട്ടി ഇതെല്ലാം സഹിച്ചു വേണം എത്താൻ. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ കല്ലും മുള്ളും ആണെങ്കിൽ ഇപ്പോൾ ജനത്തിരക്കും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളും ഇല്ലാതെ മണിക്കൂറുകൾ നിന്നാണ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. പണ്ടൊക്കെ കാടല്ലായിരുന്നു, ഇപ്പൊ കാടില്ല, കാട് കുറേയൊക്കെ വെട്ടി നടപ്പാതകളാക്കിയിട്ടുണ്ട്. ഇപ്പൊ കല്ലും മുള്ളും ഒന്നുമില്ല, ഇല്ല തറ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എന്താണ്, ജനത്തിരക്കും മറ്റുള്ള കാര്യങ്ങളും വലഞ്ഞ് അവിടെ ചെന്ന് കാണണം. ഇതാ അയ്യന്റെ സന്നിധിയിൽ ആ 18 പടിക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഈ ലോഭവും മോഹവും അല്ലെങ്കിൽ ഈ കാമവും ക്രോധവും ഒക്കെ ഉപേക്ഷിച്ച് ഓരോ പടിക്കും ഓരോ സംഗതികളുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് ചെന്ന് തത്വമസി എന്ന് പറയുന്ന എന്നെ കാണുന്നിടത്താണ് നിനക്ക് കിട്ടാനുള്ളത് എന്നുള്ള പദവി എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ്. ഇതെല്ലാം സഹിച്ച് കിട്ടും. പക്ഷെ ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള മനുഷ്യന്റെ പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇന്നലെ ചെയ്തത്. ഇത് എത്രയും മുമ്പ് അല്ലേ, ഒരാഴ്ച മുമ്പ് ഇതെല്ലാം സൗകര്യങ്ങൾ ഒരുക്കാമായിരുന്നു. കുടിവെള്ളം പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ വലിയൊരു അനാസ്ഥയാണ് ഇന്നും. ഇന്നിപ്പോൾ ഹൈക്കോടതി പോയി ഇത്രയും രൂക്ഷ വിമർശനം, നിങ്ങളെല്ലാം പോയി അല്ലെ എഗ്രി ചെയ്തിട്ടല്ലേ പോയത്, എന്നിട്ടിപ്പോൾ എന്താണ്? ഇത് പിണറായി സർക്കാരിനോടാണ് ചോദിക്കുന്നത്. ഒരെണ്ണം അനങ്ങുന്നുണ്ടോ എന്ന് നോക്ക്. മറ്റേ വാസവൻ ഉൾപ്പെടെ എന്താണ് മിണ്ടുന്നില്ല. അവർ യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്താണ് 4-5 മാസം എങ്ങനെയെങ്കിലും പൊടിയും തട്ടി ഇതിൽ നിന്നും മാറണം. കിട്ടാനുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്, കക്കാനുള്ളതെല്ലാം കട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കിട്ടത്തില്ലെന്നുള്ള അറിയാം. കേരള ഭരണം ഇനിയിപ്പോൾ കിട്ടത്തില്ല, അതെന്തായാലും കൈവിട്ട് പോയി. എന്നാൽ പിന്നെ എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പം ശബരിമല ഞങ്ങൾ ഇനി ഉള്ള കാശെടുത്ത് അത് ചിലവാക്കിയിട്ട് വേണം ഇനി വേണ്ടവർ വന്ന് തൊഴിലിട്ട്. ഇങ്ങനെ ഒരു മട്ടാണ് അല്ലേ? അപ്പോൾ ശബരിമലയിൽ നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ളവർ മാത്രമല്ല, അന്യ സംസ്ഥാനത്തു നിന്നുള്ള നിരവധി ഭക്തർ അവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ തൊലി ഉരിഞ്ഞു പോവുക. ഇതുപോലുള്ള പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, ഇത്ര തിരക്കുകളുള്ള ക്ഷേത്രങ്ങൾ. അവിടെയൊക്കെ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതികളാണ് അവർ പോകുന്നത്. ഇപ്പോൾ വെർച്വൽ ക്യൂവിൽ ഈ പറയുന്നോണം അത്തരത്തിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കുമ്പോൾ ദിവസങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. മാത്രമല്ല ഈ ടിക്കറ്റുമായി വന്നവർ തന്നെ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഡേറ്റ് വരേണ്ടുന്നവർ പോലും ഇന്നലെ എത്തി. അപ്പോൾ ഇത്തരത്തിലൊരു കൃത്യതയില്ല, ഇത് ചെക്ക് ചെയ്യാനോ ഒന്നും ആൾക്കാരില്ല. ഇന്നലെ എന്നാൽ പോട്ടെ, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം കൃഷ്ണേന്ദു. കാരണം ഒരു വിശ്വാസി ഇതേപോലെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ്, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ആ വ്യക്തി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അതിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രതീഷ് വിശ്വനാഥ് ഇട്ട ഒരു പോസ്റ്റാണ്. ഇതിനകത്ത് എന്താണ് ഇവരുടെ ലക്ഷ്യം? വൃശ്ചികം 1 പൊട്ടി വീണതാണോ? പുണ്യം പൂങ്കാവനം പൂട്ടിക്കെട്ടി IG വിജയനെ ഓടിച്ചു വിട്ടു, അയ്യപ്പ സേവാ സംഘത്തെ ഓടിച്ചു വിട്ടു, അയ്യപ്പ സേവാ സമാജത്തെ ഓടിച്ചു, അമൃതാനന്ദമയി മഠത്തെ ഓടിച്ചു, അന്നദാനക്കാരെ ഓടിച്ചു വിട്ടു, പമ്പ ശുചീകരണക്കാരെ ഓടിച്ചു, പമ്പ വരെ വാഹനം നിരോധിച്ചു, നിലയ്ക്കൽ പമ്പ ബസ്സിന് 50 രൂപയാക്കി, മറ്റു ബസ്സുകളെല്ലാം സ്പെഷ്യൽ സർവീസ്, KSRTC നന്നാവട്ടെ. വെള്ളം ബിസ്ക്കറ്റ് കൊടുക്കാൻ ആളില്ല, നടപ്പന്തലിൽ കന്നുകാലികളെ പോലെ ക്യൂ നിൽക്കുന്നവർക്ക് ഇരിക്കാൻ ഇടമില്ല, കടകൾ ഇതേവരെ ലേലം കൊടുത്തിട്ടില്ല, ജീവനക്കാർക്ക് ഭക്ഷണം തയ്യാറായിട്ടില്ല, ജനക്കൂട്ട നിയന്ത്രണം അറിയുന്ന പോലീസല്ല, ആവശ്യത്തിന് ശുചിമുറികൾ ഇല്ല, 50 ലക്ഷം പേർക്ക് 1000 ശുചിമുറികൾ എന്ന് ഹൈക്കോടതി.
വിവിധ ഭാഷകൾ അറിയുന്നവരെ പമ്പ കടത്തി എന്ന് വെച്ചാൽ പറഞ്ഞു വിട്ടു. പമ്പയിൽ മുങ്ങിയാൽ മൂക്കിൽ വെള്ളം കയറരുത്, അല്ലെങ്കിൽ അമീബിക്ക് ജ്വരം വരുമെന്ന്. കേന്ദ്രസേന വരണമെന്ന് കത്തയച്ചത്രേ. NDRFനും കത്തയച്ചിട്ടുണ്ട്. സ്റ്റാമ്പ് കിട്ടിയത് ഭാഗ്യം. ജയകുമാർ പറയുന്നു സ്ഥിതി ഭയാനകം, ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന്. പമ്പ മലിനമായത് ദുരൂഹമാണെന്ന്. ക്യൂ കോംപ്ലക്സ് ആർക്കും വേണ്ടെന്ന്. ശുചീകരണത്തിന് തമിഴരെ കൊണ്ടുവരുമത്രേ. പണ്ടൊക്കെ വന്നിരുന്നത് 1.5 ലക്ഷം പേർ. അവർ സ്വസ്ഥമായി അയ്യനെ കണ്ടു മടങ്ങി. ഇന്ന് 1 ലക്ഷം പേരെ പോലും കയറ്റുന്നില്ല. എന്നിട്ടും ഇതാണ് അവസ്ഥ. കുഞ്ഞുങ്ങളും വൃദ്ധരും കുഴഞ്ഞു വീഴുന്നു. സെക്കൻഡുകൾ മതി ഒരു ഭീകര ദുരന്തത്തിന്. ഭക്തർ ചവിട്ടി വീണ് ചാകാതിരിക്കട്ടെ. പിഴച്ചതാണോ പിഴപ്പിച്ചതാണോ? ആകെ വെടക്കാക്കി തനിക്കാക്കാനാണോ? മറ്റു ഗൂഢ ഉദ്ദേശങ്ങൾ വല്ലതുമുണ്ടോ? ഏതായാലും ഇങ്ങനൊരു പോസ്റ്റാണ് ഇട്ടേക്കുന്നത്. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതായത് പണ്ട് അമൃതാനന്ദമയി മഠത്തിൽ നിന്നും അയ്യപ്പ സേവാ സംഘവും RSS ഒക്കെ നിരവധി പേര് ഇത്തരത്തിൽ അവിടെ വരുന്നവർക്ക് വേണ്ടുന്ന ആഹാരം, അന്നദാനമൊക്കെ നടത്തുന്ന പുറത്തുനിന്നുള്ള ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നടത്തിയിരുന്നു. വെള്ളം വേണ്ടുന്ന ബിസ്ക്കറ്റ്, സ്നാക്സുകളൊക്കെ സ്ട്രക്ചർ, അത് മാത്രമല്ല ഈ പറയുന്ന കൊച്ചു കുട്ടികളെ നോക്കുന്നൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. അതായത് പിണറായി സർക്കാർ അതെല്ലാം പൂട്ടി. എന്നാൽ സ്വന്തമായിട്ട് ഇപ്പോൾ ശബരിമല തുറക്കുകയാണ്. കുറെ ആൾക്കാരെ എടുക്കണം, സജ്ജമാക്കി നിർത്തണ്ടേ? നമ്മളൊരു ഇത് തുടങ്ങുന്നു. ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് 1-ാം തീയതിയാണെന്ന് 1 വർഷം മുമ്പേ അറിയാലോ, ഇന്ന ദിവസമാണ് തുടങ്ങുന്നതെന്ന്. അപ്പൊ അതിന് വേണ്ടുന്ന ആൾക്കാരെ സജ്ജമാക്കി നിർത്തണം. ഇനിയിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ, എന്തായാലും കേരളത്തിലെ ആൾക്കാരില്ലേ, തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെയോ, അപ്പൊ ഈ ഉള്ള സേവാ സംഘടന ആൾക്കാരെയോ അല്ലെങ്കിൽ അയ്യപ്പ ഈ സമാജത്തെയോ അല്ലെങ്കിൽ ഹിന്ദു മറ്റുള്ള സംഘടനകളെ ഒരു വെട്ടിലെ പോലും ഇവർ അടുപ്പിക്കുന്നില്ല. എന്നാൽ ഇവരെന്ന് സ്വന്തമായിട്ട് കൂലിക്ക് ആളിനെ വെച്ച് ഇത് ചെയ്യുക, അതും ഇല്ല. ഇനി നോക്കിക്കോ, ബസ് തന്നെ ഇന്നലെ തിങ്ങി നിറച്ചാണ് KSRTC. മറ്റുള്ളതിനൊന്നും അവിടെ സൗകര്യമില്ല, അവർ വിടത്തില്ല. അപ്പൊ തിങ്ങി നിറച്ചെന്ന് വെച്ചാൽ അയ്യപ്പന്മാരൊക്കെ ഞെരുങ്ങി ഞെങ്ങിയൊക്കെയാണ് കൊണ്ടുവന്ന് വിട്ടേക്കുന്നത് പമ്പയിൽ. ഇനി ദൂരെ നിന്ന് വരുന്ന ഭക്തരെയൊക്കെ എന്താണ്, ഇന്നലെ എത്ര പേര് കാണാതെ തിരിച്ചു പോയെന്ന് ഒന്ന് ആലോചിച്ചു. ബോംബെയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ അവിടുന്ന് എത്രയോ ദിവസങ്ങൾ താണ്ടി ഈ ശബരിമല എത്തുന്നവരെ കാണാൻ പറ്റാണ്ട് തിരിച്ചയക്കുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. അപ്പൊ ഇത്തരത്തില് അതേപോലെ തന്നെ 50 ലക്ഷം പേർക്ക് 1000 ബാത്റൂം ശുചിമുറികൾ. എങ്ങനെയാണത്? 1000 ശുചിമുറികളിൽ ഈ 50 ലക്ഷം പേര് എങ്ങനെയാണ്? മാത്രമല്ല ഈ പറയുന്ന മറ്റെന്തെങ്കിലും തരത്തിലുള്ള ടെൻറ്റുകളോ താമസിക്കാനുള്ള ഷെൽട്ടറുകളോ ഉള്ളതും കൂടെ പൊളിച്ചു കളഞ്ഞേക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നത്, ഇനി പമ്പയെ കുളിക്കരുത്. ഇന്നിപ്പോൾ വന്നു പമ്പാ നദി മൊത്തം മലിനമായി. എങ്ങനെ മലിനമായി? ഇതൊക്കെ ശുചീകരണം നടത്തണ്ടേ? മണ്ഡലകാലം തുടങ്ങിയാണ് എന്ന് വെച്ചാൽ ചുരുക്കം പറഞ്ഞാൽ യാതൊന്നും നടത്തിയിട്ടില്ല. ഈ മണ്ഡലകാലത്തിനോട് അടുപ്പിച്ച് മനഃപൂർവ്വം ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെന്താ ശബരിമല അങ്ങ് മറന്നു? ശബരിമല വിഷയം എന്നും വന്നുകൊണ്ടിരിക്കുകയെന്നല്ല ചാനലുകളിലൂടെ. രാവിലെ പിണറായി വിജയൻ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് ശബരിമല ന്യൂസാണ്. എന്നിട്ട് ശബരിമല മറന്നു, മണ്ഡലകാലം മറന്നു. മണ്ഡലകാലം നട തുറക്കാൻ പോകുന്നു എത്രയോ ഇതായിട്ട് പറയുന്നതാണ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ. അപ്പം ഇത് മറന്നതല്ല, ഇത് മനഃപൂർവ്വം അയ്യപ്പ വിശ്വാസികൾക്ക് പിണറായി സർക്കാർ ഇട്ടുകൊടുത്ത പണിയാണ്. അല്ലെന്ന് കൃഷ്ണേന്ദുവിന് പറയാൻ പറ്റത്, ഒരാൾക്കും പറയാൻ പറ്റില്ല. മനഃപൂർവ്വം ഇട്ടുകൊടുത്തേ. ഈ വാസവനൊക്കെ എന്തിനു കൊണ്ടുവന്ന് രാജിവെക്കേണ്ട സമയം കഴിഞ്ഞ്. സത്യം, ഉളുപ്പുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഉളുപ്പും അഭിമാനവും നാണവും ഉണ്ടെങ്കിൽ ഇനി ആ ചേറി പിടിച്ചിരിക്കരുത്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. അതാണ് വേണ്ടുന്നത്. ഒരു ദേവസ്വം മന്ത്രി എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. രാജിവെക്കണം. ഒന്ന് ആലോചിച്ചു, പമ്പാ നദിയിലെ ശുചീകരണം, അമീബിക്ക് മസ്തിഷ്ക ജ്വരം വരുമെന്നു. അതുകൊണ്ട് പമ്പയെ ആരും ഇറങ്ങി മുങ്ങി കുളിക്കരുത്. അടുത്ത ഇത് വന്നേക്കുക. ഇത് മാത്രമല്ല, ഈ എങ്ങനെയാണ് അവിടെ മാലിന്യം ഇത്രത്തോളം വന്നത്? എങ്ങനെയാണ് വന്നത്? അപ്പം ഇതിനൊന്നും സർക്കാരിന് ഇതിനൊന്നും സമയമില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ കോടികൾ ചെലവഴിക്കാം. ഇതിനൊന്ന് സാധാരണ ഈ ടെൻറ്റുകളൊക്കെ അടിക്കുന്നതിനോ ഈ പറയുന്ന ഷീറ്റ് ഇടുന്നത്, ഇതൊക്കെ സാധനം എത്ര പേരാണ് ഇന്നലെ കണ്ണീരോടെ തിരിച്ചു മടങ്ങിയത്? എത്ര പേരാണ് വേദനിക്കുന്നത്? എത്ര ദിവസത്തെ വ്രതം എടുത്ത് വരുന്നവരാണ് അല്ലേ? എത്രയോ ദൂരങ്ങളിൽ നിന്ന് വരുന്നവർ, അവരുടെ അവസ്ഥ. അപ്പം ഇനി ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് മനസ്സുരുകി പറയുന്നത്. ഈ ശാപങ്ങളെല്ലാം കൂടെ AKG സെൻറ്റർ ഈ പിണറായി സർക്കാർ എവിടെ കൊണ്ടുവച്ച് തീർക്കും? നിങ്ങൾക്ക് ഒരു പക്ഷെ വിശ്വാസമില്ലായിരിക്കും. പക്ഷെ വിശ്വാസമുള്ള പ്രകൃതിയിൽ ഒരു നിയമമുണ്ട്. പ്രകൃതി എന്ന് പറയുന്നത് ഒരു ഈശ്വരൻ അതിൽ ഉണ്ട്. ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് അയ്യപ്പനായാലും ഈ പറയുന്ന യേശുക്രിസ്തു ആണെങ്കിലും മുഹമ്മദ് നബി ആണെങ്കിലും ഒരു ഈശ്വര ചൈതന്യമുണ്ട്. അതിൽ വിശ്വസിക്കുന്നവർക്ക് അത് ഏത് തന്നെ ആയിക്കോട്ടെ, പല രീതിയിൽ, പല രൂപത്തിൽ, പല പേരുകൾ ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഉള്ളിലുള്ളൊരു ശാപം, ഒരു നെഗറ്റീവ് എനർജി ഇവർക്കൊക്കെ വന്നു ചേരുമോ? അത് മനസ്സറിഞ്ഞ് പറയുന്നവരാണ്, അമ്മമാരുൾപ്പെടെ മനസ്സറിഞ്ഞ്. ഇനി ഇവരെയൊക്കെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നലെ കയറി ആരെങ്കിലും ഒരാളിനി CPM വോട്ട് കൊടുത്തു?
കുത്തത്തില്ല, അത്രയ്ക്കും ഉരുകിയാണ് അവിടെ നിന്ന്, കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി കൃഷ്ണേന്ദു. ഇതൊക്കെ സർക്കാരിന് ചെയ്തു കൊടുക്കാവുന്നേ ഉള്ളൂ. അത്യാവശ്യം ആൾക്കാരെ കയറ്റിവിട്ട്, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുന്നവരോട് അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ നടത്തി. ഇവർ ചെയ്യത്തുമില്ല, മറ്റുള്ളവരെ ചെയ്യിക്കാനും സമ്മതിക്കത്തില്ല. എത്ര സന്നദ്ധ സംഘടനകൾ വന്നെയാണ്. നമ്മൾ തന്നെ ആറ്റുകാലും ഇവരൊന്നും അല്ല, പിണറായി സർക്കാരിന്റെ ഒരു ഇതുമില്ല. ആറ്റുകാൽ പൊങ്കാല എത്ര ലക്ഷക്കണക്കിന് 10 ലക്ഷത്തിൽ പുറത്ത് ആൾക്കാരാണ് ഒരു ദിവസം വരുന്നത്. എന്ത് നന്നായിട്ടാണ് ഈ തിരുവനന്തപുരം ആഘോഷിക്കുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ബിസിനസ്സുകാരായാലും എല്ലാവരും ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണം എല്ലാവരും സ്പോൺസർ ചെയ്യുക. ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അല്ലേ. ഈ പറയുന്ന എല്ലാ സ്നാക്സ്, വെള്ളം എന്തൊക്കെ ജ്യൂസ്, എന്തൊക്കെ കലക്കി എന്തൊക്കെ ഇവർക്ക് ഈ സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ അവരെ ഷെൽട്ടറിൽ ഏത് വീടുകളിലും സ്വാഗതം ചെയ്യാണ്. അത്തരത്തിൽ സന്നദ്ധ സംഘടനകൾ, അത് ഇന്നതെന്നില്ല, എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ആറ്റുകാൽ പൊങ്കാല. ഇതുപോലെ ഈ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം. പിരിച്ചുവിട്ടിട്ട് അത് സത്യം പറഞ്ഞാൽ വിശ്വാസികളെ ഏറ്റെടുക്കണം. അല്ലാതെ ഇവനെ ഒന്നും ഇനി ഇതിനകത്ത് കയറ്റരുത്. അത്രയ്ക്ക് എന്താ പറയുക, വെറുത്തുപോയി. കാരണം ഇന്നും ഇന്നിപ്പോൾ തിരക്ക് കുറച്ച് കുറവുണ്ട്. കാരണം ആരും വരാൻ മടിക്കുന്നതായിരിക്കും, തിരക്ക് കുറഞ്ഞിട്ടല്ല. ഇത് കണ്ട് TV കണ്ടിട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിയിട്ടെന്ന് പറഞ്ഞ് മടിക്കുന്നവരായിരിക്കും. ഇനിയിപ്പോൾ ശനി ഞായർ വരുവാണ്. ശനി ഞായറാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്ക്. ഇനിയിപ്പം എന്തായാലും ഈ പറയുന്നോണം കേന്ദ്രത്തിൽ ലെറ്റർ അയച്ചിട്ടുണ്ട്, ഇമെയിലുണ്ട്, ഫോൺ സന്ദേശങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളും ഫാസ്റ്റായിട്ട് കിട്ടുന്നു. ഇതൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ടുന്ന ഇന്ന ദിവസം വരണം എന്ന് പറയുന്നത് ചിലപ്പം ഇന്നലെ ആയിരിക്കും അയച്ചേക്കുന്നത്. എന്താ ഇതിനൊക്കെ പറയേണ്ടുന്നത്? സത്യം പറഞ്ഞാൽ നിരവധി പേരാണ് ഈ ഒരു കാര്യത്തിൽ വിമർശനവുമായിട്ട് സർക്കാരിന് വരുന്നത്. നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കൃഷ്ണേന്ദു. പക്ഷേ ഇനി അടുത്ത വർഷമെങ്കിലും, ഇനിയുള്ള ദിവസങ്ങളെങ്കിലും അപകടമൊന്നും കൂടാതെ എല്ലാ അയ്യപ്പ വിശ്വാസികളും ഭക്തരും സമാധാനത്തോടെയും സന്തോഷത്തോടെയൊക്കെ തിരികെ അവർ അയ്യപ്പനെ കണ്ട് ദർശിച്ച് തിരികെ വീട്ടിലേക്ക് പോകട്ടെ. പക്ഷേ ഇതിനിടയ്ക്ക് SITയുടെ അന്വേഷണം എല്ലായിടത്തോട്ട് പോയിട്ടുണ്ട്. ഒരു പക്ഷേ മറുപടി നല്ല അധികമായിട്ട് വരും. ഇന്നലെ അയ്യപ്പൻ്റെ ഭക്തരെ തൊട്ട് കളിച്ച പിണറായി സർക്കാരിന് എന്തായാലും ഉടനെ തന്നെ നല്ലൊരു മറുപടി അയ്യപ്പൻ കൊടുക്കും. ഇതുവരെ കൊടുത്തതൊന്നുമല്ല, അതിലും വലുത്.